നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ മലയാളി വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള 40-ലധികം പേരാണ് കാഠ്മണ്ഡുവിന് അടുത്തുള്ള ഗൗശാലയിൽ കുടുങ്ങിയത്. മലയാളി സംഘം താമസിക്കുന്ന സ്ഥലത്ത് ഉൾപ്പെടെ ടയർ കത്തിച്ച് പ്രതിഷേധം നടക്കുകയാണ്. അനിൽക സേത് ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനിൽക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളോട് വളരെ സുരക്ഷിതമായി ഇരിക്കാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ച ഒരു പശ്ചാത്തലമാണ്. വലിയ തരത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മരണസംഖ്യ ഓരോ ദിവസവും കൂടുന്ന സാഹചര്യമാണ്. ഇവരുടെ ഒരു സ്ഥലം എങ്ങനെയാണ് ഉള്ളത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? സാമൂഹ്യ മാധ്യമ നിരോധനവുമായി ബന്ധപ്പെട്ട് നേപ്പാളിൽ നടക്കുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് മലയാളി വിനോദ യാത്രിക സംഘം ഇപ്പോൾ നേപ്പാളിൽ കുടുങ്ങിയിരിക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായുള്ള 40-ലധികം മലയാളി സംഘമാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിനടുത്തുള്ള ഗൗശാല എന്ന സ്ഥലത്ത് ഏകദേശം 40 നേപ്പാളിലെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ താഴെ മറ്റുള്ള ഗൗശാലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതായത് ഈ സംഘത്തിൽ വയോധികർ ഉൾപ്പെടെയുള്ള, അതായത് മുതിർന്നവർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സംഘത്തിലുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് ജില്ലകളിലെ മുക്കം, കൊടുവള്ളി, കൊടിയത്തൂരിൽ നിന്നും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്നുമുള്ള 40-ലധികം യാത്രിക സംഘമാണ് ഇപ്പോൾ ഈ നേപ്പാളിൽ ഈ കാഠ്മണ്ഡുവിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതായത് ഇവർ താമസിക്കുന്ന ഈ സ്ഥലത്ത് പോലും ഈ പ്രക്ഷോഭകാരികൾ ഇത്തരത്തിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അവർ 2 ദിവസം മുമ്പാണ് ഇന്ത്യയിൽ നിന്ന് യാത്ര തിരിച്ചത്. ഇന്നലെ രാവിലെയോട് കൂടിയിട്ടാണ് നേപ്പാളിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിൽ ഈ നേപ്പാളിൽ നടക്കുന്ന ഇത്തരം പ്രതിഷേധ സാഹചര്യങ്ങളൊന്നും ഈ സംഘം അറിഞ്ഞിരുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ പ്രക്ഷോഭം ഇത്രത്തോളം രൂക്ഷമാണെന്ന കാര്യം അവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത്. അതായത് ഇന്ന് രാവിലെയോടെ ഇവർ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പോലും റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതായത് അവിടെയുള്ള നേപ്പാളിലുള്ള ഇത്തരത്തിൽ ഈ യാത്ര ഏകോപിപ്പിക്കുന്ന ആൾക്കാർ അത്തരത്തിൽ ഈ പ്രതിഷേധകാരികൾ, പ്രക്ഷോഭകാരികൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കൊണ്ട് തന്നെ ഇവർ പെരുവഴിയിലാണ്. അതായത് ഇവരുടെ ബസ് അടക്കം ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇന്നലെ രാവിലെയോട് കൂടിയിട്ടാണ് ഈ 40-അംഗ മലയാളി സംഘം നേപ്പാളിലെ തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് മറ്റുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഒരു നിമിഷം തുടരുക. അവിടെ നിന്നുള്ള ആ പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ ആ പ്രതികരണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് നമുക്കൊന്നും പോകാൻ പറ്റില്ല. ഒരുവിധം ആളുകളൊക്കെ നടന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഓരോ സ്ഥലത്ത് സൈഡാക്കിയതാണ്. ഒക്കെ സൈഡായി നിൽക്കുകയാണ്. നമുക്ക് രക്ഷയില്ല, പോയിടുന്ന് പുറത്ത് കിടക്കാൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ആളുകളൊക്കെ സേഫാണ്. ആംബുലൻസും പോലീസ് വണ്ടിയൊക്കെ തന്നെ ഉള്ള റോട്ടിൽ. പിന്നെ വളരെ ചില്ലറ ബൈക്കുകളൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടല്ലോ ഇവിടുത്തെ ഒരു മെയിൻ റോഡാണിത്. ആ മെയിൻ റോഡിൽ ആളുകൾ തീയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് റോഡൊക്കെ. ഈ സ്ഥലങ്ങളിലൊക്കെ ടയറൊക്കെ ഇട്ടിട്ട് കത്തിച്ച് റോഡൊക്കെ ബ്ലോക്കാക്കിയാണ്. വാഹനങ്ങളൊന്നും പോകുന്നില്ല. ആളുകളിവിടെ ഇങ്ങനെ അപ്പുറപ്പുറമൊക്കെ ഇങ്ങനെ കുറേ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും നമുക്കൊന്നും പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരുവിധം ആളുകളൊക്കെ നടന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഓരോ സ്ഥലത്ത് സൈഡാക്കിയതാണ്. ഒക്കെ സൈഡായി നിൽക്കുകയാണ്. നമുക്ക് രക്ഷയില്ല, പോയിടുന്ന് പുറത്ത് കിടക്കാൻ നോക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഗോശാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാഠ്മണ്ഡുവിൻ്റെയും എന്താ പറയുക, കാഠ്മണ്ഡുവിൻ്റെ അടുത്ത് അല്ലേ, തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് കാഠ്മണ്ഡൂർ പശുപതി ഹോസ്പിറ്റൽ, പശുപതി അമ്പലത്തിനടുത്തായിട്ടാണുള്ളത്. ഞങ്ങൾ ഏകദേശം 40ഓളം പേരുണ്ട്. കോഴിക്കോട് ജില്ലയുടെ, മലപ്പുറം ജില്ലയുടെ ഭാഗത്തുള്ള ആളുകളെ കൂടെയാണ്. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് ഇവിടെ എത്തിയത്. ഇന്നലെ രാവിലെ എത്തിയ മുതൽ ഇവിടെ സംഘർഷങ്ങളാണ്. ഇന്നലെ മുതൽ ഇവിടെ വാട്സപ്പൊക്കെ നിരോധിച്ചുകൊണ്ടാണ് ഇന്നലെ പെട്ടെന്ന് ആളുകൾ സംഘർഷത്തിലേക്ക് വന്നത്. പ്രത്യേകിച്ച് യുവാക്കളാണ്, കോളേജ് വിദ്യാർത്ഥികളും യുവജനങ്ങളൊക്കെ വളരെയേറെ എന്താ പറയുക റൂട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ഒക്കെ തടസ്സപ്പെടുത്തുകയാണ്. അനിൽക സേത് തുടരുകയാണ്. അനിൽക, ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അവർക്ക് തൊട്ട് മുന്നിൽ ആ തീ കത്തുകയാണ്. ഒരുപാട് പ്രതിഷേധക്കാർ ആ ഭാഗത്തൊക്കെ ഉണ്ട്. അവർ നിലവിൽ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോഴും ആ ആശങ്ക മാറുന്നില്ല. അതെ, തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സംഭവം, അതായത് അവിടെയുള്ള പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കം, അതായത് പ്രായപൂർത്തിയാകുന്ന വിദ്യാർത്ഥികളടക്കം ഈ സമര പ്രക്ഷോഭ രംഗത്തുണ്ടെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നത്. അതായത് ഇന്ന് രാവിലെ ഈ സംഘം പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പോലും, അതായത് ബസ് എടുത്ത് ഒരു അല്പനേരം മുന്നോട്ട് പോയ സമയത്ത് പോലും പ്രക്ഷോഭകാരികൾ ഈ ടയർ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അവർ താമസിക്കുന്ന നഗരത്തിന് സമീപം പോലും, അതായത് ഇത്തരത്തിലുള്ള റോഡടക്കം ഉപരോധിച്ചുകൊണ്ട് അത്തരം ഒരു പ്രക്ഷോഭത്തിലേക്ക്
ഇവർ കടക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ഇന്ന് രാവിലെ ഹോട്ടൽ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പോലും അധിക ദൂരം സഞ്ചരിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്തിട്ടില്ല. അത്തരത്തിൽ ഇവരെ സുരക്ഷ അത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് രുചീഷ്. ശരി അനിൽക്ക, നേപ്പാളിലെ ഗൗശാലയിലാണ് 40-ലധികമുള്ള മലയാളി സംഘം ഇപ്പോൾ പ്രതിഷേധത്തിനിടെ കുടുങ്ങി നിൽക്കുന്നത്. മറ്റ് അധികാരികളുമായി ബന്ധപ്പെടാനുള്ള ശ്രമം തുടരുകയാണ്. അനിൽക്ക സൈദാണ് വിവരങ്ങൾ നൽകിയത്.